ഹലോ, ഗേൾസ് രണ്ടാളും രാവിലെ തന്നെ ഇത് എങ്ങോട്ടേക്കാന്നല്ലേ? ഇന്ന് നവംബർ 1. നവംബർ 1 ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് മനസ്സിലായോ? ഈ ഒരു സ്ഥാപനം കാണുമ്പോൾ ഏകദേശം കാര്യം മനസ്സിലായി കാണും. എൻ്റെ ഒരുപാട് വീഡിയോയിൽ വന്ന ഒരു സ്ഥാപനമാണിത്. മനസ്സിലായില്ലേ? നമ്മുടെ അംഗനവാടി തന്നെ, വീടിനോട് ചേർന്ന് കിടക്കുന്ന അംഗനവാടി. അപ്പൊ നവംബർ 1 അംഗനവാടിയിൽ എന്താന്നല്ലേ, നമ്മുടെ പ്രവേശനോത്സവമാണ്. അംഗനവാടിയിലുള്ള പ്രവേശനോത്സവം ഒന്ന് ജൂണിലും മറ്റൊന്ന് നവംബറിലും ആണ്. നവംബർ 1 ഇവിടെ പ്രവേശനോത്സവം ഉള്ളത്. അപ്പൊ എന്താണെന്നറിയില്ല, ഞാൻ എപ്പോൾ എൻ്റെ വീട്ടിലെത്തിയാലും എന്തെങ്കിലും ഒരു പരിപാടി അംഗനവാടിയിൽ ഉണ്ടാകും. ഗേൾസ് രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് അംഗനവാടിയിൽ എത്തുകയും ചെയ്യും. അംഗനവാടിയിൽ നവംബർ 1 പ്രവേശനോത്സവമാണ്. അതുപോലെ നമ്മുടെ അംഗനവാടി ഹരിത അംഗനവാടി പ്രഖ്യാപനത്തിലൂടെയാണ് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം, എല്ലാ വർഷവും ജൂൺ 1, നവംബർ 1 രണ്ട് സമയങ്ങളിലാണ് കുട്ടികൾ അംഗനവാടി ചേർക്കുക. ചങ്ങനംകുളം വാർഡ് മെമ്പറായ OP മനോജേട്ടനായിരുന്നു ഉദ്ഘാടകൻ. അപ്പോൾ അതിനുശേഷം നമുക്ക് കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഗയാൽസിന് ഈ വർഷം ഏതായാലും ഇപ്പം ജൂൺ 1 അംഗനവാടിയിൽ പ്രവേശനം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് 3 വയസ്സായിട്ടില്ല. ജനുവരിയിൽ 3 വയസ്സാവുകയുള്ളൂ. അപ്പം അവർ ചുമ്മാ വന്നതാണ്. അപ്പോൾ അവർക്കും കിട്ടി ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇടവലക്കാരനായ, അല്ലെങ്കിൽ അംഗനവാടിയുടെ തൊട്ട് മുമ്പിലുള്ള അരുൺകുമാറാണ്. അപ്പം അവനാണ് ഈ കുട്ടികൾക്കുള്ള ഗിഫ്റ്റൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇതാ ദീക്ഷിതും പോയി ഗിഫ്റ്റൊക്കെ മേടിക്കുന്നുണ്ട്. കിട്ടിയപ്പോൾ എല്ലാവരും ഹാപ്പിയായി. അതോടൊപ്പം തന്നെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെ അവർക്കുണ്ട്. അപ്പോൾ ടീച്ചർ എല്ലാവരോടും പറഞ്ഞു വീട്ടിലെത്തിയിട്ട് ഗിഫ്റ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവർ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് അവരെയൊക്കെ ഒരുമിച്ച് നിർത്തിയുള്ളൊരു ഫോട്ടോ എടുക്കേണ്ട ഒരു പരിപാടിയാണ്. ഞാൻ എപ്പോഴും ഈ അംഗനവാടി ടീച്ചർമാരെ പറ്റി ചിന്തിക്കലുണ്ട്. കാരണം കുറച്ചധികം ക്ഷമ വേണ്ട ഒരു ജോലി തന്നെയാണ് ഈ അംഗനവാടി ടീച്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ മാനേജ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഒരുപാട് കുട്ടികളെ ഒരുമിച്ച് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ, അത് ചെറിയ കുട്ടികളെ 3 വയസ്സ് മുതൽ 4 വയസ്സ് 4.5 വയസ്സ് വരെയുള്ള കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ ഒരു സ്ഥാപനത്തെ ചേർത്ത് പിടിക്കാൻ പറ്റിയ നാടും നാട്ടുകാരും ഉണ്ടെങ്കിൽ അതും ഒരു സ്ഥാപനത്തിന്റെ വിജയം തന്നെയാണ്. ഈ അംഗനവാടിയിലുള്ള എല്ലാ പരിപാടിക്കും ഈ ഇടവിലുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ എല്ലാവരും കഴിയുന്ന രീതിയിലൊക്കെ സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നിവിടെ കണ്ട മനോഹരമായ മറ്റൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, അംഗനവാടിക്ക് ചുറ്റും മനോഹരമായിട്ട് കുരുത്തോലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അപ്പൊ വ്യത്യസ്തവും മനോഹരമായ രീതിയിലുള്ള ഈ ഒരു അലങ്കാര പണിക്ക് പിന്നിൽ ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് നാട്ടുകാരനല്ല, എന്റെ വീട്ടുകാരനാണെന്നാണ്. അപ്പം മനോഹരമായ ഈ ഒരു അലങ്കാര പണിക്ക് പിന്നില് രാജേട്ടനാണ്. ഗയാൽസിനോട് അംഗനവാടി പോവാന്ന് പറഞ്ഞപ്പോൾ അവർ ആദ്യം ചോദിച്ചത് പായസം ഉണ്ടാവുമെന്നാണ്. കാരണം അവരെന്നും എന്തെങ്കിലുമൊക്കെ പരിപാടിക്കാണ് അംഗനവാടിയിൽ എത്താറ്. അപ്പൊ അന്നൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ മധുരം കിട്ടാറുണ്ട്. അപ്പൊ ഇന്നും പതിവ് തെറ്റിയില്ല, ഇന്നും പായസം ഉണ്ട്. ഇതും നാട്ടുകാരനായ പ്രമോദേട്ടന്റെ വകയാണ് ഇന്നത്തെ പായസം. വീട്ടിലെത്തിയ ഉടൻ ഗേൾസ് ഗിഫ്റ്റ് ആണ് നോക്കിയത്. കളറിംഗ് ബുക്കും ക്രയോൺസും ആണ്. ഇനി കുറച്ചു നേരം അവർക്ക് കളിക്കാൻ അത് മതി.